ഇനി സലീം മാലിക് കൂടി ചേരുന്നു. ആലത്തൂർ BSS ഗുരുകുലം സ്കൂളിനൊപ്പമാണ് സലീം ഉള്ളത്. സലീം, ഗുഡ് മോർണിംഗ്. സലീം, ഈ ടീമിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? വിവരങ്ങൾ. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വർണ്ണക്കപ്പ് ആര് എന്നുള്ള കാര്യത്തിൽ അവസാന നിമിഷം വരെ നെഞ്ചെടുപ്പുണ്ട്. അത് പാലക്കാടിന് നെഞ്ചെടുപ്പുണ്ട്, കണ്ണൂരിന് നെഞ്ചെടുപ്പുണ്ട്, കോഴിക്കോടിന് നെഞ്ചെടുപ്പുണ്ട്, തൃശ്ശൂരിന് നെഞ്ചെടുപ്പുണ്ട്. പക്ഷേ ഏറ്റവും മികച്ച സ്കൂൾ ആര് എന്നുള്ള കാര്യത്തിൽ അവസാന ദിവസം ഒരു സസ്പെൻസുമില്ല, അതിൽ ഒരു തർക്കവുമില്ല. കാരണം രണ്ടാം സ്ഥാനത്തുള്ള കാർമൽ വഴുതക്കാടിനേക്കാൾ 50 പോയിന്റ് മുന്നിലാണ്. നിലവിൽ തന്നെ ആ പേരാണ് BSS ഗുരുകുലം. അതുകൊണ്ട് ഒരു തർക്കവുമില്ല. ഈ അവസാന നിമിഷം സ്വർണ്ണക്കപ്പ് ഏത് ജില്ലയിലേക്ക് പോകുമെന്നുള്ളതിൽ ഒരു സസ്പെൻസ് ഉണ്ടെങ്കിൽ ഇതിൽ ഒരു സസ്പെൻസും ഇല്ല. മാത്രമല്ല സസ്പെൻസ് കഴിഞ്ഞ 12 വർഷമായില്ല, തുടർച്ചയായി 12 വർഷം ചാമ്പ്യന്മാരാകുന്നു ഒരു ടീം കലോത്സവത്തിൽ. അതായത് BSS ഗുരുകുലം ആലത്തൂരിന്റെ ഒരു അപ്രമാദിത്യമാണ് സ്കൂൾ കലോത്സവങ്ങൾ കഴിഞ്ഞ 12 വർഷമായി കാണുന്നത് എന്നുള്ളതാണ്. അത് മാത്രമല്ല ഇദ്ദേഹമാണ് ആ സ്കൂളിന്റെ പ്രിൻസിപ്പൽ. ഇദ്ദേഹമാണ് കഴിഞ്ഞ 12 വർഷമായും ആ സ്കൂളിന്റെ പ്രിൻസിപ്പൽ. കഴിഞ്ഞ 12 വർഷം തുടർച്ചയായ 12 വർഷം ഒരു ടീം ജയിക്കുന്നു, ആ ടീം ആ സ്കൂളിനെ നയിക്കുന്നു. എത്ര അഭിമാനമാണ്! എത്ര പറഞ്ഞാലും മതി വരില്ല, അത്രയും അഭിമാനമാണ്. ഇതിന് കാരണക്കാരായിട്ടുള്ള നമ്മുടെ കുട്ടികളാണ്, അധ്യാപകരാണ്, രക്ഷിതാക്കളാണ്, എല്ലാവരും ഗുരുകുലത്തിലെ മുഴുവൻ ആൾക്കാർക്ക് അതിന്റെ പങ്കുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ തീരുമാനമെടുത്ത് ജൂൺ തൊട്ട് പ്ലാൻ ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഞങ്ങൾ നേടിയേ വരൂ എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ഞങ്ങൾ വന്നതാണ്. തീർച്ചയായിട്ടും പാലക്കാട് ഇത്തവണ സ്വർണ്ണക്കപ്പ് കൊണ്ടുപോകും. ഗുരുകുലത്തിന്റെ ചിറകുലേറി പാലക്കാട് സ്വർണ്ണക്കപ്പ് നേടിയിരിക്കും, യാതൊരു സംശയവുമില്ല. മാത്രമല്ല ഇതൊക്കെ മറ്റാർക്കെങ്കിലും ഒക്കെ കൊടുക്കണ്ടേ? 11 വർഷമായിട്ട് ഒരു തുടർച്ചയായ ഒരു ടീം ഇങ്ങനെ വന്ന് കപ്പടിച്ചോണ്ട് പോകുന്നെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആർക്കെങ്കിലും വിട്ടുകൊടുക്കാൻ ഉദ്ദേശമുണ്ടോ? ഒരാൾക്കും വിട്ടുകൊടുക്കാൻ ഒരു ഉദ്ദേശവുമില്ല. നമ്മളെ സംബന്ധിച്ച് ഹാർഡ് വർക്കാണ്, ഞങ്ങൾ പ്ലാൻ വർക്കാണ്, സ്മാർട്ട് വർക്കാണ്, ഞങ്ങൾ സ്മാപ്പിയാണ്. സ്മാർട്ട് ആൻഡ് ഹാപ്പി പീപ്പിൾ ഓൾവേസ് വിൽ റോക്ക്. നമ്മൾ കുട്ടികൾക്കൊപ്പം പോവാണ്. എങ്ങനെ തോന്നുന്നു ഈ ഒരു നിമിഷം? തുടർച്ചയായി 12 വർഷം നിങ്ങൾ കപ്പടിക്കാനുള്ള? അതെ, ഞങ്ങള് ജൂൺ തൊട്ടാണ് അതിൽ സ്റ്റാർട്ടിങ് ചെയ്തത്. ഞങ്ങള് എന്താ പറയാ, എല്ലാവരും ഫസ്റ്റ് തൊട്ടേ പ്രാക്ടീസ് ഉണ്ടായില്ല. ഞങ്ങൾ ആദ്യം തൊട്ടേ സ്കൂൾ തുടങ്ങിയ തൊട്ടേ ഇതിനു വേണ്ടി പരിശ്രമിച്ച് ഒരു വേദിക്ക് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ച് വരുന്നവരാണ്. ഞങ്ങൾ ഒരുപാട് പ്രാക്ടീസ് ഉണ്ട്. ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഞങ്ങൾക്ക് കിട്ടുന്ന, ഞങ്ങൾ കോൺഫിഡന്റ് ആയിരുന്നു. എങ്ങനെ തോന്നുന്നു? ഭയങ്കര സന്തോഷം. ഞങ്ങളുടെ എഫേർട്ടിന് ഏറ്റവും നല്ലൊരു സ്റ്റേജ് ഒരുക്കി തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഫസ്റ്റ് നിങ്ങൾ തന്നെയാണ് തുടർച്ചയായി 11 വർഷം. അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, അതായത് തുടർച്ചയായി 11 വർഷം കപ്പടിക്കുന്ന ടീം ഇപ്പൊ ഞങ്ങളൊക്കെ മത്സരിക്കാൻ പോകുമ്പോൾ ഒരുപക്ഷെ കപ്പ് കിട്ടിയില്ലെങ്കിലോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു? അല്ല സാർ, നമ്മൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന കാരണം നമുക്കറിയാം നമ്മുടെ എഫേർട്ട് പേ ഓഫ് ചെയ്യുന്നു. സോ നമുക്ക് അതിന്റെ ടെൻഷന്റെ ആവശ്യമില്ല. ഇപ്പോ 50 പോയിന്റ് ആണ് രണ്ടാമത്തെ ടീമുമായിട്ടുള്ള വ്യത്യാസം. ഏതെങ്കിലും ഘട്ടത്തിൽ കുറെ അപ്പീലുകൾ അങ്ങ് വന്ന് നിങ്ങൾ 2ാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു ആശങ്ക ഈ ഘട്ടത്തിലുണ്ട്? ഡിസേർവിംഗ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റിന് ഉറപ്പായിട്ടും കിട്ടും. ഇപ്പൊ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരുപാട് അപ്പീൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഡിസേർവിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പാലക്കാട് കയറേണ്ടത് തന്നെ ചെയ്യും. ഹാർഡ് വർക്ക് എന്തായാലും അതിന് റിസൾട്ട് കാണിക്കും. എന്തായാലും നിങ്ങളൊരു വലിയ സന്തോഷമാണ്. നമുക്കൊരു പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ചാലോ ഈ ദിവസം? ഓക്കെ, പാടാം. കൂടെയുണ്ട് നീയെ കിങ്, വീറ് കാട്ടി നേടിടേണം 100-ൽ 100. ഉന്മാദത്തിമിർക്കൽ കൊഴുപ്പിൽ ഒന്നായി പാടാം, ആവേശം നിറയ്ക്കാം, ആനന്ദം നിറയ്ക്കാം, ഒന്നായി ചിരിക്കാം. നമ്മൾ ഈ വൈബ് കാണുമ്പോൾ തന്നെ അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ശ്രദ്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സ്കൂള് കപ്പടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതിന്റെ കാര്യം വേറെ ഒന്നുമല്ല. സാധാരണഗതിയിൽ ഏതെങ്കിലും സ്കൂളിലെ പ്രിൻസിപ്പൽമാരോ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർമാരോ ഒക്കെ നമ്മൾ പോകുമ്പോൾ അവർ കുട്ടികളെ ഒരു സൈഡിലേക്ക് നിർത്തി അവരുടെ വിജയം കണ്ട് ആസ്വദിക്കുകയാണ്. ഇവിടെ ഇദ്ദേഹം ആ കുട്ടികൾക്കൊപ്പം പാട്ടുപാടുകയാണ്, അറുവാദിക്കുകയാണ്. അപ്പോ ഇതുപോലെ ഒരു ലീഡർ ഉള്ളത് കൊണ്ടാണ് ഈ സ്കൂള് ഇങ്ങനെ തുടർച്ചയായി 12 വർഷം കപ്പടിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും തർക്കമുണ്ടോ? സാറ് പൊളിയാണ്. അപ്പോ അതാണ്. അപ്പോ സാർ എന്താണ് ഈ എനർജിയുടെ രഹസ്യം? എനർജിയുടെ ഇവരൊക്കെ തന്നെ
കുട്ടികളാണ്. കുട്ടികളുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് തനിയെ എനർജി വരുമല്ലോ, അതിൽ സംശയമില്ല, കുട്ടികൾ കാരണമാണ്. അപ്പോൾ SKN എന്തായാലും ആ ടീം വിജയം ഉറപ്പിച്ച ടീമാണ്. അതിന്റെ എല്ലാ ആത്മവിശ്വാസവും അവർക്കുണ്ട്. അവർക്കൊപ്പം ഒരു നല്ല ലീഡറുണ്ട്, എന്തിനും തയ്യാറായ കുറെ മത്സരാർത്ഥികൾ വിദ്യാർത്ഥികളുണ്ട്. അത് തന്നെയാണ് സലീം അലിക്കാണ് വിവരങ്ങൾ നൽകിയത്. സുലൈമാൻ അബ്ദുൽ ഖാദർ പറഞ്ഞത് കപ്പിങ് പാലക്കാടേക്ക് പോരും, കണ്ണൂരുകാർ പറഞ്ഞാൽ കണ്ണൂരോട്ട് പോകുന്ന, തൃശ്ശൂർകാർ പറഞ്ഞാൽ തൃശ്ശൂർ കൊണ്ടുപോകും. എന്നാലും ഇന്ന് നമുക്കറിയാം ഈ 63ാമത് സ്കൂൾ കലോത്സവത്തിൽ ആരായിരിക്കും കപ്പടിക്കുക എന്നുള്ളത്. ഷൈനി റഷീദ് പറയുന്നു ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അടിപൊളിയാ SKN, ആത്മവിശ്വാസം അതാണല്ലോ വേണ്ടത്. തീർച്ചയായിട്ടും എനിക്കത് നേരിട്ട് അനുഭവപ്പെട്ട കാര്യമാണ്. അവർ വളരെ ആത്മവിശ്വാസം ഉണ്ടെന്ന് മാത്രമല്ല ഈ പരാജയത്തൊന്നും അവർ ഭയപ്പെടുന്നില്ല. പണ്ടങ്ങനെ ആയിരുന്നല്ലോ, നമുക്ക് പരാജയ ഭീതി എപ്പോഴും നമ്മളിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ആ ഭീതിയൊന്നും അവരെ അലട്ടുന്നില്ല. അഥവാ പരാജയപ്പെട്ടാലും പോട്ടുപുല്ല് എന്ന് പറയാൻ പറ്റുന്ന ഒരു മാനസിക അവസ്ഥയിലാണ് നമ്മുടെ പുതിയ കുട്ടികൾ. ആ കാര്യത്തിൽ നമുക്ക് സന്തോഷമുണ്ട്.